എല്ലാവർക്കും നമസ്കാരം. ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ അബുദാബിയിൽ ക്രൂസ് തുടങ്ങിയ കാര്യം, അബുദാബിയിൽ നമ്മുടെ ഷിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. സോ നമ്മളിപ്പോൾ ഉള്ളത് സെലസ്റ്റിയൽ ഡിസ്കവറി എന്ന ഷിപ്പിലാണ്. നമ്മളുടെ ക്രൂസ് അബുദാബിയിൽ നിന്ന് തുടങ്ങി അബുദാബിയിൽ തന്നെ അവസാനിക്കുന്ന ഒരു 4 നൈറ്റ് ക്രൂസാണ്. അബുദാബി ടു ദോഹ ടു റാസൽ ഖൈമ ടു കസബ് ആൻഡ് കസബ് ബാക്ക് ടു അബുദാബി. അതാണ് നമ്മുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നവരെയുള്ള ഭാഗങ്ങൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൺസേർട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും 2 ഷോ വെച്ച് കൺസേർട്ട് പ്രോഗ്രാമുണ്ട്. അപ്പോൾ 8:30-ക്കും പിന്നെ 9:30-ക്കും. ഇപ്പോൾ കുറച്ച് ഷോ നീണ്ടു പോവുകയാണ് ഉള്ള ദിവസം അതിന് ശേഷമായിരിക്കും. ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയൊക്കെയാണ് കൺസേർട്ടിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കൺസേർട്ട് പ്രോഗ്രാമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പൂളിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതായത് രാത്രിയിൽ ഷിപ്പിങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഈ ഷിപ്പിൻ്റെ 2 സൈഡിലും കുറേ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ്സ് കാരണം നമുക്ക് കടൽ, ഈ നമ്മുടെ തൊട്ടടുത്ത ഭാഗത്തുള്ള കടൽ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മളെ റൂമിലുള്ള ലൈറ്റ് ഓഫ് ചെയ്ത് അകത്തിരുട്ടാക്കിയിട്ട് പുറത്തേക്ക് നമ്മളിങ്ങനെ നോക്കിയാൽ ഈ ഷിപ്പിലെ വെളിച്ചത്തിലൂടെ കടലിനെ കാണാൻ, ഇങ്ങനെ കടലിൻ്റെ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ. അപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദോഹയിൽ എൻ്റർ ആവാനുള്ള സമയമായിട്ടൊരു ഇനി ഒരു 2 hours കൂടെ ആകുമ്പോൾ നമ്മൾ ദോഹയിൽ എൻ്റർ ആവും. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്.
അപ്പോൾ നമ്മൾ ഇന്നലെ ഡെക്ക് 9 നിന്നാണ് ഡിന്നറൊക്കെ കഴിച്ചത്. ലഞ്ചും ഡിന്നറും കഴിച്ചത് ഡെക്ക് 9 റെസ്റ്റോറൻറ്റ്, ബഫേ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അതും. ഇപ്പം നമ്മൾ ഡെക്ക് 8 ഡൈനിങ് ഹാളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ബഫേ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, മൊത്തം 1300 ആൾക്കാരുണ്ട് ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ, പാസഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു 1360 ഇവരുടെ ഒരു മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1260 മുതൽ 1360 വരെയുള്ള പാസഞ്ചേഴ്സിനെയാണ് ഈ ഷിപ്പിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് ഇതിലുള്ള ക്രൂ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വളരെ ഏർലി ആയിട്ട് വന്നത് കാരണം ഒട്ടും തിരക്കില്ല. ആൾക്കാരൊക്കെ ഉറങ്ങുന്നതേ ഉള്ളൂ, എഴുന്നേറ്റ് വരുന്നത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഷവറൊക്കെ കഴിഞ്ഞ് നല്ല സുഖകരമായി ഉറങ്ങിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്. ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രൂട്ട്സ്, നമ്മുടെ പേസ്ട്രീസ്, വെജിറ്റബിൾസ് എല്ലാം. അതായത് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പുട്ടും ദോശയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷേ ബാക്കിയുള്ള ടോസ്റ്റ്, ഇഷ്ടമുള്ളവർക്ക് ടോസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട്. പിന്നെ ചിലരാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ട് തിന്നുന്നതാണ്. അവർ വേറെ ഒന്നും കഴിക്കത്തില്ല, ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. ചിലർ ഈ പ്ലേറ്റ് നിറയെ മുട്ട എടുത്ത് കഴിക്കുന്നതാണ്. ഈ എന്താ പറയുന്നത്, ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ജിമ്മൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിമ്മ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് കാലറിയൊക്കെ ബേൺ ചെയ്യണതിന് വിഷയമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ചോയ്സ് ഉള്ളത് കൊണ്ട് നമുക്കിത് ഒരുപാടൊന്നും കഴിക്കാൻ തോന്നത്തുമില്ല. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും നോക്കുക. ഞാൻ നേവിയിൽ കൊണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഈ ബ്രെഡും ബട്ടറും ജാമൊക്കെ പിന്നെ കഴിക്കുന്നത് ഇങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വല്ല ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. ഇവിടെ ബ്രെഡും ജാമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചില ആഴ്ചയിൽ ഒരു ദിവസം ഇഡ്ഡലിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ അത് പട്ടാളമാണ്. ഒരു പട്ടാളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഇതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രൂസ് ഷിപ്പ്, ആൾക്കാർ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു ഷിപ്പാണ്. അപ്പോൾ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെല്ലാം വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിക്കുന്ന പീക്ക് ടൈമിൽ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടേബിളിലും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നല്ല വ്യൂ ഉള്ളത് ഏത് ടേബിൾ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പുറകിൽ നല്ല വ്യൂ ഉള്ള ഒരു ടേബിൾ കിട്ടി. അപ്പോൾ സ്നേഹ വന്ന് ഓൾറെഡി തന്നെ ആ ടേബിൾ പിടിച്ച് അവിടെ ഒരു ഇത് കൊണ്ട് വെച്ച് ബുക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പോയത് കാരണം നമുക്ക് ആ ടേബിൾ കിട്ടി. എന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് എന്ത് മനോഹരമാണെന്ന് നമുക്ക് ഇപ്പം നോക്കൂ. നമ്മുടെ അതായത് സമയം എനിക്ക് തോന്നുന്നത് ഒരു 5:30 മണി 6 മണി ആവുന്നതേ ഉള്ളൂ. 8 മണിക്കാണ് നമ്മൾ ദോഹയിൽ എൻട്രി ചെയ്യാനുള്ള പ്ലാന്. അപ്പോൾ ഒട്ടും തിരക്കില്ലാത്ത നമ്മുടെ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പുറത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ചരക്ക് കപ്പലുകളൊക്കെ കാണാനുണ്ട്. ഈ ഗുഡ്സൊക്കെ ക്യാരി ചെയ്യുന്ന, കണ്ടെയ്നറൊക്കെ ക്യാരി ചെയ്യുന്ന ഷിപ്പുകൾ നമ്മൾ കണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. വളരെ ശാന്തമായ സമുദ്രം. അപ്പോൾ ഇന്നലെ രാത്രിയിലും ഞാൻ പറഞ്ഞു, ഒട്ടും തന്നെ സീ റഫല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്രൂസിന് പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പലതരത്തിലുള്ള ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, മൺസൂൺ സമയത്തൊക്കെ. അപ്പോൾ ഭയങ്കര ചീപ്പായിരിക്കും ക്രൂസ്. കാര്യം അവർക്കറിയാം സീ ഭയങ്കര റഫാണ് ആ സമയത്ത് നമ്മൾ ക്രൂസ് പോകാനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ക്രൂസ് പോകാൻ നോക്കത്തില്ല. കാര്യം നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ആ ഷിപ്പിൽ കുലുക്കവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പിന്നെ ആൾക്കാർ വൊമിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം നല്ല വെതറുള്ള സമയമാണെങ്കിൽ ശാന്തമായ സമുദ്രത്തിലൂടെ ഇങ്ങനെ ഷിപ്പിൽ പോകാനുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അത് അനുഭവിച്ചു തന്നെ അറിയണം. കണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഹൊറൈസണിൽ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു.
ശാന്തമായ കടൽ പിന്നിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നു. നമ്മളിങ്ങനെ പുറകിൽ ആ ഷിപ്പിൻ്റെ പുറകിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു കാഴ്ചയാണ്. നമ്മളിതൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾക്ക് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അനുഭവത്തിൽ വരുന്നത്. അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല നമ്മളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ നമുക്ക് ഒത്തുവരുന്നത്. അപ്പോൾ പലപ്പോഴും പലർക്കും സമയമില്ലാത്ത അവസ്ഥയുണ്ട്, ജോലി തിരക്കുകളുടെ അവസ്ഥയുണ്ട്, കുട്ടികളുടെ പഠിത്തത്തിൻ്റെ സമയം, അങ്ങനെയൊക്കെയുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതേസമയം നമുക്ക് നമ്മുടെ കൈക്കൊതുങ്ങുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ക്രൂസ്, അങ്ങനെ ഇതെല്ലാം കിട്ടണം. അപ്പോൾ ഇതെല്ലാം കിട്ടുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് നമ്മൾ എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നത് എന്താണെന്നൊക്കെയുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ മൊത്തത്തിൽ 2 ക്യാബിനാണ് ഇതിനകത്ത് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മൾ 5 പേരടങ്ങുന്ന ഫാമിലിയാണ്, ഞാനും വൈഫും 3 കുട്ടികൾ. അപ്പം ഞാനും വൈഫും ഏറ്റവും ചെറിയ കുട്ടിയും കൂടെ നിൽക്കുന്നത് ഒരു ക്യാബിലാണ്. ഈ 2 ക്യാബിനിലും 3 പേരെ വെച്ച് ഒക്കുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ ക്യാബിന്. പക്ഷേ നമ്മൾ ഒരു ക്യാബിൽ 2 പേരേ ഉള്ളൂ. 2 മക്കൾ ഒരു ക്യാബിലും നമ്മൾ 3 പേര് മറ്റൊരു ക്യാബിലും. അപ്പോൾ നമുക്ക് മൊത്തത്തിലായത് 905 പൗണ്ടാണ് ഈ ക്രൂസിന് മൊത്തത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ 905 ബ്രിട്ടീഷ് പൗണ്ടാണ് നമുക്ക് ക്രൂസിനായത്. പക്ഷേ അതുകൂടാതെ നമുക്ക് ലണ്ടനിൽ നിന്ന് അബുദാബിയിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ചാർജ് വേറെയുണ്ട്. പക്ഷേ അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇവിടെ അബുദാബിയിലും അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഒക്കെ ഉള്ള മലയാളികൾക്ക് വളരെ സൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്രൂസായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. വളരെ ശാന്തമായ സീ ആണ്, ഒരു 4 ദിവസത്തെ ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു നമ്മൾ ഈ ക്രൂസ് തിരഞ്ഞെടുക്കാൻ. ഇതിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ക്രൂസ് കമ്പനികൾ അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളുണ്ട്, നമ്മൾ ക്രൂസ് ബുക്ക് ചെയ്യുന്നതിന് പല വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ അഡ്വർടൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒരാൾക്ക് 250 പൗണ്ട് പെർ പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കും അതിൽ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ 4 പേരുണ്ടെങ്കിൽ 1000 പൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി നമ്മളിത് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് എല്ലാം ഇതൊക്കെ റിസർച്ചൊക്കെ നടത്തി അവസാനം ബുക്ക് ചെയ്ത് പേ ചെയ്യാറാകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 20% ടാക്സ് അല്ലെങ്കിൽ ഒരു 15% ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പൈസ ആവുന്ന ഒരു പരിപാടിയുണ്ട് ഈ ക്രൂസ് ബുക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നോക്കി ഒരുപാട് റിസർച്ച് നടത്തിയൊക്കെ തന്നെ ഇത് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എക്സ്ട്രാ പൈസ ഒന്നും ഇതിൻ്റെ അകത്തായിട്ടില്ല. അപ്പോൾ ഇവർ 905 പൗണ്ടാണ്. അപ്പോൾ ഞാനൊരു ഏജൻറ്റിനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. 905 പൗണ്ടാണ് നമുക്കായത്. അത് മൊത്തം അത് ഇൻക്ലൂഡഡ് ആയിരുന്നു, എല്ലാം ടാക്സും ടിപ്പും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഓൾ ഇൻക്ലൂസീവ് ഹോളിഡേയ്സ് പോകുമ്പോൾ ഇപ്പോൾ ടർക്കിയിലും അല്ലെങ്കിൽ തുനീഷ്യയിലും മൊറോക്കയിലും ഒക്കെ നമ്മൾ ഓൾ ഇൻക്ലൂസീവ് ഹോളിഡേയ്സ് പോകുമ്പോൾ ഒരു 7 നൈറ്റ്സിന് ഒരു 2000 പൗണ്ട് പ്ലസ് ആവും നമ്മൾ ഈ സ്കൂൾ ഹോളിഡേ ടൈമിൽ പോകുമ്പോഴത്തേക്ക്. അപ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും, ആ ഒരു ഹോട്ടലിൽ തന്നെ. പിന്നെ നമ്മൾ കാർ ഹയർ ചെയ്ത് അവിടെയുള്ള സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്രൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 3 നേരത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, അക്കോമഡേഷൻ ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സ്വിമ്മിംഗ് പൂള്, ലൈബ്രറി, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഉറക്കമെണീക്കുന്നത് ഓരോ രാജ്യങ്ങളിലായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രൂസുമായിട്ട് ബന്ധപ്പെട്ട് ഷോർ എക്സ്കേർഷനുകളുണ്ടാവും. അതായത് നമ്മൾ സൈറ്റ് സീയിങ് ടൂറ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ സഫാരി, ക്യാമൽ സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൂസ് കമ്പനികൾ ഇവരുടെ ക്രൂസിൻ്റെ കൂടെ ഇതും കൂടെ അഡ്വർടൈസ് ചെയ്യും. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഞാൻ എൻ്റെ റിസർച്ച് നടത്തിയപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ഓരോ പോർട്ടിലും ഇപ്പോൾ ദോഹയിലും റാസൽ ഖൈമയിലും കസബിലും എല്ലായിടത്തും ഓരോരോ എക്സ്കർഷനുകൾ ഇവർ അഡ്വർടൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ലോക്കൽസുമായിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അവർ പറയുന്ന പ്രൈസിൻ്റെ ഒരു 10% പോലും നമുക്ക് ആവത്തില്ല. നമ്മളിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ടാക്സിയോ മറ്റോ ഹയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ
10-1 നമുക്ക് ആവത്തുള്ളൂ. അപ്പം ഒരിക്കലും ഈ ഷിപ്പ് അഡ്വർടൈസ് ചെയ്യുന്ന എക്സ്കർഷനുകൾ ഒഴിവാക്കാനേ ഞാൻ പറയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. പക്ഷേ അവർ അതുവഴിയാണ് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പം നമ്മൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ 905 പൗണ്ട് ഡെഫിനറ്റ്ലി വേർത്ത് ഇറ്റാണ് നമ്മളുടെ 4 നൈറ്റിലുള്ള ഈ ക്രൂസിന്. അപ്പം നമ്മളിപ്പോൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങാനുള്ള ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ പുറത്ത് സുദീപ് കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ പോകുന്നു. അപ്പോൾ നമുക്ക് വേറെ എക്സ്കർഷനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ സുദീപുമായിട്ട് നമ്മൾ ജസ്റ്റ് ദോഹയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് വൈകുന്നേരം തിരിച്ചു വരാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ദോഹയിലെ നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ സുദീപിനെ കണ്ടത്, സുദീപിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റുകൾ ചെയ്യൂ. താങ്ക് യു. കീപ്പ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.